ഹലോ അസ്സലാമു അലൈക്കും. എടാ, നമ്മൾ 8ാം ക്ലാസ് അറബി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിക്കവാറും ക്രിസ്മസ് എക്സാമിന് ആ ഒരു ചോദ്യം ഉണ്ടാവും. വളരെ ഈസിയാണ് അതിന് ആൻസർ കണ്ടെത്താനും. പക്ഷെ പല ആൾക്കാരും അത് അറിയാതെ വെറുതെ ഒഴിച്ചിടും. അർത്ഥം അറിയില്ലെന്ന് പറയുകയാണ്. അർത്ഥമൊന്നും അറിയാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കാം. നമുക്ക് ഒരു പാരഗ്രാഫ് തരുന്നു, താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുക്കുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കും. അർത്ഥം മനസ്സിലാവുണ്ടാവില്ല. അർത്ഥമൊന്നും മനസ്സിലാവണം. എന്ത് ചെയ്താൽ മതി? ഈ ചോദ്യങ്ങളെ തുടക്കത്തിലേക്ക് നോക്കുക. എല്ലാ ചോദ്യങ്ങളും തുടങ്ങുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടാവും. കൈഫ, മൻ, ഐന, മത്തൊക്കെ വെച്ചിട്ടാവും. അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതിൽ ഈ പാരഗ്രാഫ് നല്ലോണം വായിച്ചു ഏത് സെൻറ്റൻസിലാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ അക്രം തഹു അൽ മംലക്ക ഈ സെൻറ്റൻസിലാണ് വരുന്നത് കേട്ടോ. പിന്നെയോ അസ്സസ അവൽ മസ്റഫിൻ ഈ സെൻറ്റൻസിലാണ് വരുന്നത്. ഉലിദ ഷെയ്ഖ് സുലൈമാൻ അബ്ദുൽ അസീസ് റാജി അത് ഈ സെൻറ്റൻസിലാണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ സെൻറ്റൻസിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും. ആ ആൻസർ കറക്റ്റ് അറിയുക, ആ ആൻസർ കറക്റ്റ് എടുത്ത് എഴുതുക. അല്ലെങ്കിൽ ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതുക. നിങ്ങൾ ആൻസർ ശരിയാവും. റിപ്പീറ്റ് ചെയ്യാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് ആൻസർ കണ്ടെത്താൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? അർത്ഥമൊന്നും അന്വേഷിച്ച് പിന്നാലെ പോകണ്ട. എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുള്ള ചോദ്യങ്ങളായിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻ വേർഡ് ഒഴിവാക്കുക. ബാക്കിയുള്ള ഭാഗം ഈ പാരഗ്രാഫിൽ ഏത് ലൈനിലാണ് വരുന്നത്, ഏത് സെൻറ്റൻസിലാണ് വരുന്നത് നോക്കുക. ആ സെൻറ്റൻസ് നല്ലപോലെ വായിച്ചു നോക്കിയാൽ ഉത്തരം ഉണ്ടാവും. ഉത്തരം അങ്ങനെ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സെൻറ്റൻസ് അതേപോലെ എടുത്ത് എഴുതിയാൽ നിങ്ങൾ ആൻസർ ശരിയാവും. ഇങ്ങനെ 3-4 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് ഒരിക്കലും മിസ്സാക്കരുത്. അത് നേടിയെടുക്കുക. നല്ല സ്കോർ വാങ്ങുക. അടിപൊളി പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.